Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 3 ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. നമ്മൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് നമ്മൾക്ക് കിട്ടാനുള്ള കടം എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിനാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പറഞ്ഞാൽ നമ്മൾക്കും കടമായിട്ട് സാധനങ്ങൾ തന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്, അതായത് എത്ര ടൈം നമുക്ക് കിട്ടുന്നുണ്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ വൈകിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും റോൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫേംസ് ബൈ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, നമ്മളും പലപ്പോഴും കടത്തിനൊക്കെയാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഫേംസ് എന്ത് ചെയ്യും, ഈ ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങുമ്പോൾ അവിടെ ചെറുതായിട്ടൊരു ലയബിലിറ്റി അപ്പിയർ ചെയ്യാണ് ചെയ്യുന്നത്. ബിഫോർ സപ്ലൈയിങ് ഗുഡ്സ് ദ സപ്ലയേഴ്സ് ചെക്ക് നോർമൽ പീരീഡ് ഓഫ് പേയ്മെൻറ്റ് ബൈ ദ ഫേം. അപ്പം നമ്മൾക്ക് അങ്ങനെ കടമായി സാധനങ്ങൾ തരുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മുടെ ഫേമിൽ നമ്മൾ എത്ര സമയം കൊണ്ടാണ് ഇങ്ങനെയുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നൊരു കാര്യം കൂടി അവർ ശ്രദ്ധിക്കും. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്തായിരിക്കും ഉണ്ടാവുക, ഏത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, നമ്മൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസും ആവറേജ് ക്രെഡിറ്റേഴ്സും, അതായത് അതിൽ ബിൽസ് പേയബിൾ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ബിൽസ് റിസീവബിൾ അവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ബിൽസ് പേയബിൾ അടക്കമുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര തവണ, ദ നമ്പർ ഓഫ് ടൈംസ് ദ ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ്, ഒരു വർഷത്തിൽ നമ്മൾ എത്ര തവണ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ നമ്മൾ ഏബിൾ ആണ് എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ വേറൊരു പേരാണ് പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ എന്നും പറയാറുണ്ട്. നമ്മൾ റിസീവബിൾസ് ടേൺ ഓവർ റേഷ്യോയുടെ മറ്റേതിൽ പറഞ്ഞത്, അതേപോലെ തന്നെ ഇതിൽ പേയബിൾ ടേൺ ഓവർ റേഷ്യോ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ ആണ്. അപ്പോൾ ഇതിൽ വരുന്ന കോമ്പോണൻസ് എന്ന് പറയുന്ന ഈ ടേൺ ഓവർ റേഷ്യോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ആവറേജ് ക്രെഡിറ്റ് പർച്ചേസും അതേപോലെ ആവറേജ് ക്രെഡിറ്റേഴ്സും ആണ്. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണോ ഇക്വേഷൻ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ചെറിയ വ്യത്യാസം സെയിൽസും ബിൽസ് പേയബിളും അങ്ങനെയുള്ള റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും ഒക്കെയാണ് അവിടെ ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് എത്ര ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടോ അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് ലെസ് ചെയ്യുമ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെയാണ് കാണുക, ടോട്ടൽ പർച്ചേസിൽ നിന്ന് ക്യാഷ് പർച്ചേസ് ലെസ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് അവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് അക്കൗണ്ട് പേയബിൾസ് അല്ലെങ്കിൽ പേയബിൾസ് എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ക്രെഡിറ്റേഴ്സിൽ ആരും കൂടി വരുന്നുണ്ട്, ബിൽസ് പേയബിളും കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലുള്ള ക്രെഡിറ്റേഴ്സ് ബൈ 2 ആണ് അതിൻ്റെ ആവറേജ്. ബിൽസ് പേയബിൾ ആണെങ്കിലോ അതും ഇതേപോലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഡിവൈഡ് ബൈ 2. ഇനി ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും അല്ലെങ്കിൽ ഓപ്പണിംഗ് ബിൽസും ഒന്നും തന്നിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് വാല്യൂസ് തന്നെയാണ് നമ്മൾ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതിലെ ഫോർമുല കാൽക്കുലേഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ മേ ബി റിട്ടേൺ ഒന്നുകൂടി പറയുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ആവറേജ് ബിൽസ് പേബിൾ ആണ് വരുന്നത്. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ദിസ് റേഷ്യോ റിലേറ്റഡ് വിത്ത് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ആവറേജ് പേയ്മെൻറ്റ് മീൻസ് ക്രെഡിറ്റ് പീരീഡ് എൻജോയ്ഡ് ബൈ ദ ഫേം ഇൻ പേയിങ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എത്ര സമയം എടുത്തുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പേരാണ് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ഓർ ആവറേജ് ഏജ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഡെറ്റേഴ്സിൻ്റെ കാര്യം ഇതെല്ലാം ക്രെഡിറ്റേഴ്സിനെയും ചെയ്യണം. ആ ഒരു ചെറിയ വ്യത്യാസം, ഒന്ന് റിസീവബിൾ ആണ്, ഒന്ന് പേയ്മെൻ്റ് ആണ്, പീരീഡും അതുപോലെ ക്രെഡിറ്റ് സെയിൽസ്, ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ ആ ഡേയ്സും അതേപോലെ തന്നെ ഇക്വേഷൻ എല്ലാം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുന്നില്ല. സെയിം അവിടെ ചെയ്തതിൻ്റെ നമ്മൾ ഈ ടേംസ് മാത്രമേ ചെറിയ വ്യത്യാസം അവിടെ വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷത്തിൽ എത്ര തവണ നമുക്ക് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇനി എപ്പോഴും ഇഫ് ദ ഫേം എൻജോയ്സ് ഹയർ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ക്രെഡിറ്റ് അവിടെ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഏർലി പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആൻഡ് ദ ഫേം ഇസ് നോട്ട് ടേക്കിംഗ് ദ ഫുൾ അഡ്വാൻറ്റേജ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ്. അവർ ഓൾറെഡി നമുക്കൊരു 3 monthsോ അല്ലെങ്കിൽ 1 month ഒക്കെ സമയം തരുകയാണെങ്കിലും നമ്മളതിന് മുന്നേ പേയ്മെൻ്റ് എല്ലാം ഫില്ല് ചെയ്യുന്ന തരത്തിലാണ് ഈ ഹൈ ടേൺ ഓവർ റേഷ്യോ കാണിക്കുന്നത്. ഇനി ലോ ടേൺ ഓവർ റേഷ്യോ ആണ് കാണിക്കുന്നതെങ്കിലോ അവിടെ നമ്മൾ കൊടുക്കാനുള്ള പൈസ എല്ലാം സമയം കഴിഞ്ഞിട്ടും ഡിലേ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. റാണി ലിമിറ്റഡ് പർച്ചേസസ് ഗുഡ്സ് ഓൺ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ടേംസ്. ടോട്ടൽ പർച്ചേസ് ഉണ്ട്, ക്യാഷ് പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിളും അറ്റ് ദ എൻഡ് ഉണ്ട്, പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
ടേൺ ഓവർ റേഷ്യോ ചെയ്യുമ്പോൾ സെയിം ഇക്വേഷൻ അവിടെ നമ്മൾ കൊടുക്കുന്നു. അതിൽ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് തരണമെങ്കിൽ ടോട്ടൽ പർച്ചേസ് എത്ര നോക്കണം, അതിൽ നിന്ന് ക്യാഷ് പർച്ചേസ് ലെസ് ചെയ്യുക, ഒപ്പം തന്നെ റിട്ടേണും കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് കിട്ടുന്നത്. അപ്പോൾ ഇക്വേഷൻ്റെ ഏറ്റവും ടോപ്പിൽ എഴുതേണ്ട കാര്യം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന ആവറേജ് ക്രെഡിറ്റേഴ്സ് ആണ്, ഇൻക്ലൂഡിങ് ബിൽസ് പേബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് 80,000. അപ്പോൾ റേഷ്യോ കാണുമ്പോൾ 4.5 ടൈംസ് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് പേയ്മെൻറ്റ് പീരീഡാണ്. അത് ഡേയ്സിൽ നമുക്ക് ചെയ്യാം. 360 ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് വെച്ച് കഴിയുമ്പോൾ 80 days ആണ് കണക്കാക്കുന്നത്. ഇനി മന്തിലേക്കും നമുക്കത് കൺവേർട്ട് ചെയ്ത് പറയാവുന്നതാണ്. 80 ദിവസം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാലോ ഏകദേശം ഒരു 3 മാസത്തിനോടടുത്ത്, അല്ലെങ്കിൽ 2 മാസവും 2 ആഴ്ചയും ആ ഒരു കണക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ സെയിം ഞാനത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോൻ്റെ അതേ ഒരു കൺവേർഷൻ ആയതുകൊണ്ടാണ് നമ്മളിതിനെ കൂടി വീണ്ടും സമയം കളയുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഒരിക്കലും ക്രെഡിറ്റേഴ്സിന് ഡിസ്കൗണ്ട് ചെയ്യേണ്ടതില്ല, ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവറേജ് പേയബിൾസ് എടുക്കുമ്പോൾ ക്രെഡിറ്റേഴ്സും പ്ലസ് ബിൽസ് പേയബിൾ കനോട്ട് ബി കാൽക്കുലേറ്റഡ് ബിക്കോസ് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഓപ്പണിംഗ് ബിൽസ് പേയബിൾ ഹാവ് നോട്ട് ബീൻ ഗിവൺ. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് തരാത്തതുകൊണ്ട് അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ക്ലോസിംഗ് വാല്യൂസ് ഹാവ് ബീൻ ടേക്കൺ ആസ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് ആ ക്ലോസിംഗ് വാല്യൂ ആയിട്ട് കണക്കാക്കേണ്ടത് ഡിനോമിനേറ്റർ, ക്ലോസിംഗ് വാല്യൂസ് തന്നെയാണ് ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കേണ്ടുള്ളൂ. ഇനി ഇവിടുത്തെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്താ കാണിക്കുന്നത്, 4.5 ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4.5 പ്രാവശ്യം അവർക്ക് അവരുടെ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ 80 ദിവസത്തിനുള്ള ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേം മേക്ക് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ആഫ്റ്റർ 80 days ഓൺ ആൻ ആവറേജ്. ഏകദേശം ഒരു 80 ദിവസത്തോളാണ് ഓരോ ക്രെഡിറ്റേഴ്സിനും പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയിൽ നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ട് അസറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സെയിൽസ് കൂടുന്നതിനോ കുറയുന്നതിനനുസരിച്ചായിരിക്കും കറണ്ട് അസറ്റിൻ്റെ വ്യത്യാസങ്ങൾ കാണാം. വർക്കിംഗ് ക്യാപിറ്റൽ എപ്പോഴും സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. റിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിനെ തന്നെയാണ് എന്ത് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് റേഷ്യോ ഷോസ് ഹൗ മെനി ടൈംസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ടേൺ ഓവർ. ഈ ഒരു റേഷ്യോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എത്ര തവണയാണ് ഒരു വർഷത്തിൽ അതിൻ്റെ സെയിൽസ് നടത്തേണ്ട ഭാഗമായിട്ട് ക്യാഷ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ചെയ്യുമ്പോൾ നെറ്റ് സെയിൽസ് ബൈ വർക്കിംഗ് ക്യാപിറ്റലാണ് ചെയ്യുന്നത്. സംടൈംസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ടേക്കൺ ഇൻസ്റ്റെഡ് ഓഫ് സെയിൽസ്. സെയിൽസിന് പകരമായിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 2 കോമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് സെയിൽസും ഒന്ന് വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ സെയിൽസ് എങ്ങനെ എടുക്കേണ്ടത്, നെറ്റ് സെയിൽസ് കാണണമെങ്കിൽ ടോട്ടൽ സെയിൽസ് എന്താണോ അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്യാം. ടോട്ടൽ സെയിൽസ് പറഞ്ഞാൽ നമുക്കറിയാലോ മൊത്തത്തിലുള്ള സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം ക്രെഡിറ്റ് സെയിൽസും ഉണ്ടായിരിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇതിലൊരു ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 7 or 8 ടൈംസ് നമുക്ക് കിട്ടുന്നതാണ് എപ്പോഴും നല്ലൊരു വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് സെയിൽസ് നല്ല രീതിയിൽ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു റേഷ്യോ കൊണ്ട് നമുക്ക് അർത്ഥമാക്കുന്നത്. ജനറലി എപ്പോഴും ഇത് റേഷ്യോ ഹയർ ആവും തോറും നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ദിസ് മീൻസ് എ ലോവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഹാസ് ജനറേറ്റഡ് മോർ വോളിയം ഓഫ് സെയിൽസ്. നമുക്ക് വളരെ കുറവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിൽ ആവശ്യമുള്ളൂ, എന്നാൽ നല്ല രീതിയിൽ സെയിൽസ് വോളിയം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓവർ ട്രേഡിങ് കൂടി അവിടെ കാണിക്കാം. ദിസ് മീൻസ് ദർ ഈസ് എൻ ഇനാഡക്വസി. ഓവർ ട്രേഡിങ് വരുമ്പോൾ എന്താണ്, വേണ്ടത്ര അളവിൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം കൂടിയാണ് അവിടെ പറയുന്നത്. എക്സാമ്പിളോട് ജസ്റ്റ് ഒന്ന് നോക്കാം. കാൽക്കുലേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. സെയിൽസ് 5,75,000 ഉണ്ട്, സെയിൽസ് റിട്ടേൺസ് 15,000 ഉണ്ട്, കറണ്ട് അസറ്റ് 2 lakh ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് 1,20,000 ഉണ്ട്. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണുമ്പോൾ നെറ്റ് സെയിൽസ് ബൈ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് ലെസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 5,75,000 മൈനസ് 15,000 ആണ്. അപ്പോൾ 5,60,000 ഇവിടെ കിട്ടുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുമ്പം 80,000 ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 5,60,000 ഡിവൈഡഡ് ബൈ 80,000 ചെയ്യുമ്പോൾ 7 ടൈംസ് ആണ് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം ഏകദേശം 7 ടൈംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ നല്ലതാണ്. ഒരു വർഷത്തിൽ 7 to 8 തവണ വരയ്ക്കും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് സെയിൽസ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നോക്കി. ഇനി നെക്സ്റ്റ് നോക്കിയത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ടേൺ ഓവർ റേഷ്യോ ആണ്. ഇനി അടുത്ത് പറയുന്നതാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നമുക്ക് ഫിക്സഡ് അസറ്റുകൾ ആവശ്യമാണ്. ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും നമുക്ക് സെയിൽസോ പ്രോഫിറ്റോ ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ സെയിൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം ഫിക്സഡ് അസറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിൽ എന്നുള്ളത് തന്നെയാണ് സെയിൽസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് എല്ലാം ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയാണ് ഫിക്സഡ് അസറ്റിൻ്റെ ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ഏത് തമ്മിലാവും? സെയിൽസും ഫിക്സഡ് അസറ്റും തമ്മിലാണ്. വർക്കിംഗ് ക്യാപിറ്റൽ കാണുമ്പോൾ നമ്മൾ ചെയ്തത് സെയിൽസും കറണ്ട് അസറ്റ് ലയബിലിറ്റിയാണ് നമ്മളവിടെ എടുത്തത്. ഇവിടെ ഫിക്സഡ് അസറ്റാണ് എടുക്കുന്നത്. അതായത് ടു മെഷർ ദ എഫിഷ്യൻസി വിത്ത് വിച്ച് എ ഫേം ഈസ് യൂട്ടിലൈസിങ് ഇറ്റ്സ് ഫിക്സഡ് അസറ്റ്. സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിൽ ഫിക്സഡ് അസറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ഫേം അതിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനാണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് സെയിൽസ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചില സമയത്ത് കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് സെയിൽസിന് പകരമായിട്ട് എടുക്കാവുന്നതാണ്. ഇത് യൂഷ്വലി ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ടൈംസിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള 2 കോമ്പോണൻറ്റ്സ്, ഒന്ന് നെറ്റ് സെയിൽസും ഒന്ന് നെറ്റ് ഫിക്സഡ് അസറ്റും ആണ്. നെറ്റ് സെയിൽസ് നമുക്ക് കാണേണ്ട വിധം അറിയാം. നെറ്റ് ഫിക്സഡ് അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷമുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഒരിക്കലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഇനി ഈ ഒരു റേഷ്യോയിൽ പ്രധാനമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റ് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ റേഷ്യോ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ലോവർ റേഷ്യോ ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് അത്രത്തോളം തന്നെ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റ് 2,40,000 ഉണ്ട്. അക്യൂമുലേറ്റഡ് ഡെപ്രീസിയേഷൻ 40,000 ഉണ്ട്. ഗ്രോസ് സെയിൽസ് 12,50,000 ഉണ്ട്. റിട്ടേൺസ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാണി നമുക്ക് നെറ്റ് സെയിൽസ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ് ആണ് പറയുന്നത്. അപ്പോൾ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസ് എത്രയുള്ള 12,50,000. അതിൽ നിന്ന് റിട്ടേൺസ് നമുക്ക് ലെസ് ചെയ്യേണ്ടതുണ്ട്. 50,000 ലെസ് ചെയ്തപ്പം 12 ലക്ഷം കിട്ടിയിട്ടുണ്ട്. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,40,000 ഉണ്ട് അറ്റ് കോസ്റ്റ്, മൈനസ് അതിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ 2 lakh കിട്ടുന്നുണ്ട്. അപ്പോൾ 12 lakh ഡിവൈഡ് ബൈ 2 lakh ആണ്. അപ്പോൾ 6 ടൈംസ് ആണ് വരുന്നത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഹയർ ദാൻ ദ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 6 ടൈംസ് എന്ന് പറയുമ്പം നല്ല രീതിയിൽ അത് സ്റ്റാൻഡേർഡിനേക്കാളും ഹയർ ആയിട്ട് പോയിട്ടുണ്ട്. ദിസ് ഇൻഡിക്കേറ്റ്സ് എ ബെറ്റർ യൂട്ടിലൈസേഷൻ. അപ്പോൾ സെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ഫിക്സഡ് അസറ്റിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നോട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 3 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ഒന്ന് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഏതെങ്കിലും ഡെറ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ ഒന്ന് പഠിച്ചു വെച്ചാൽ അതിൽ വരുന്ന ചില ടേമുകൾ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് അവിടെ പ്രത്യേകത. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ആണ്, അതും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ ഫിക്സഡ് അസറ്റിൻ്റെ റേഷ്യോ ആണ് കാണിച്ചത്. അങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്